ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു our ചാനൽ. നമ്മുടെ ജീവിതത്തിൽ പലതരം സുഹൃത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ആരാണ് യഥാർത്ഥ സുഹൃത്തെന്ന് തിരിച്ചറിയാൻ ചിലപ്പോഴെങ്കിലും നമുക്ക് പ്രയാസമായിട്ടില്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കഥ അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിനെക്കുറിച്ചാണ്. ദ ടു ഫ്രണ്ട്സ് ആൻഡ് ദ ബെയർ. ഈ കഥയിലൂടെ നമുക്ക് ചില പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വാക്കുകളും അവ എപ്പോൾ ഉപയോഗിക്കണമെന്നും പഠിക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലെറ്റ്സ് സ്റ്റാർട്ട്. The Two Friends and the Bear. കഥയുടെ പേര് ദ ടു ഫ്രണ്ട്സ് ആൻഡ് ദ ബെയർ, അതായത് രണ്ട് സുഹൃത്തുക്കളും കരടിയും. ടു ഫ്രണ്ട്സ് were walking through a forest. രണ്ട് സുഹൃത്തുക്കൾ ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഇവിടെ ത്രൂ എന്ന വാക്ക് ശ്രദ്ധിക്കുക. കാട് പോലെ അല്ലെങ്കിൽ തുരങ്കം പോലെ ഉള്ള ഒന്നിന് ഉള്ളിലൂടെ കടന്നുപോകുന്നതിനെയാണ് ത്രൂ എന്ന് പറയുന്നത്. വാക്കിംഗ് ത്രൂ എ ഫോറസ്റ്റ്. ടു ഫ്രണ്ട്സ് were walking through a forest. രണ്ട് സുഹൃത്തുക്കൾ ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. They knew that the forest could be dangerous. ആ കാട് അപകടകരമായിരിക്കാം എന്ന് അവർക്ക് അറിയാമായിരുന്നു. ഇവിടെ ന്യൂ എന്നത് നോ അറിയുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. നോ ന്യൂ. ഡേഞ്ചറസ് എന്നാൽ അപകടകരമായ. They knew that the forest could be dangerous. ആ കാട് അപകടകരമായിരിക്കാം എന്ന് അവർക്ക് അറിയാമായിരുന്നു. So they promised to help each other in any danger. അതുകൊണ്ട് ഏതപകടത്തിലും പരസ്പരം സഹായിക്കുമെന്ന് അവർ വാക്കുകൊടുത്തു. പ്രോമിസ്ഡ് വാക്കുകൊടുത്തു. ഈച്ച് അതർ പരസ്പരം. വി ഹെൽപ്പ് ഈച്ച് അതർ ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നു. സോ they promised to help each other in any danger. അതുകൊണ്ട് ഏതപകടത്തിലും പരസ്പരം സഹായിക്കുമെന്ന് അവർ വാക്കുകൊടുത്തു. സഡൻലി a large bear appeared in front of them. പെട്ടെന്ന് ഒരു വലിയ കരടി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുന്നിൽ എന്നാണ് അർത്ഥം. എന്റെ വീടിനു മുന്നിൽ. ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. സഡൻലി a large bear appeared in front of them. പെട്ടെന്ന് ഒരു വലിയ കരടി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. One of the friends immediately climbed a nearby tree. സുഹൃത്തുക്കളിലൊരാൾ ഉടൻ തന്നെ അടുത്തുള്ള ഒരു മരത്തിൽ കയറി. ഇമ്മീഡിയറ്റ്ലി എന്നുവെച്ചാൽ ഉടൻ തന്നെ. നിയർബൈ എന്നാൽ തൊട്ടടുത്തുള്ള. One of the friends immediately climbed a nearby tree. സുഹൃത്തുക്കളിലൊരാൾ ഉടൻ തന്നെ അടുത്തുള്ള ഒരു മരത്തിൽ കയറി. But the other one did not know how to climb. എന്നാൽ മറ്റേയാൾക്ക് മരം കയറാൻ അറിയില്ലായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, did not know. അറിയില്ലായിരുന്നു എന്ന് പറയാൻ did not knew എന്ന് പറയരുത്, did not know എന്ന് തന്നെ പറയണം. But the other one did not know how to climb. എന്നാൽ മറ്റേയാൾക്ക് മരം കയറാൻ അറിയില്ലായിരുന്നു. So he lay down on the ground and held his breath. അതുകൊണ്ട് അവൻ നിലത്തു കിടന്നിട്ട് ശ്വാസം അടക്കിപ്പിടിച്ചു. Lay down കിടന്നു. Held his breath ശ്വാസം പിടിച്ചുവെച്ചു. So he lay down on the ground and held his breath. അതുകൊണ്ട് അവൻ നിലത്തു കിടന്നിട്ട് ശ്വാസം അടക്കിപ്പിടിച്ചു. The bear came near him and sniffed his ears. കരടി അവന്റെ അടുത്തുവന്ന് ചെവിയിൽ മണത്തുനോക്കി. മൃഗങ്ങൾ മണം പിടിക്കുന്നതിനാണ് സ്നിഫ് എന്നു പറയുന്നത്. സ്നിഫ്ഡ് എന്നുവെച്ചാൽ മണത്തുനോക്കി. The bear came near him and sniffed his ears. കരടി അവന്റെ അടുത്തുവന്ന് ചെവിയിൽ മണത്തുനോക്കി. It thought the man was dead, so it went away. ആ മനുഷ്യൻ മരിച്ചുപോയി എന്ന് അതു കരുതി.
അതിനാൽ അത് ദൂരേക്കു പോയി. തോട്ട് എന്നാൽ കരുതി അല്ലെങ്കിൽ വിചാരിച്ചു എന്നാണ് അർത്ഥം. അപ്പോ ഇറ്റ് തോട്ട് ദ മാൻ വാസ് ഡെഡ്, സോ ഇറ്റ് വെന്റ് അവേ. ആ മനുഷ്യൻ മരിച്ചുപോയി എന്ന് അതു കരുതി, അതിനാൽ അത് ദൂരേക്കു പോയി. ഫ്രണ്ട് ആസ്ക്ഡ്, വാട്ട് ഡിഡ് ദ ബെയർ വിസ്പർ ഇൻ യുവർ ഇയർ? കരടി പോയ ശേഷം സുഹൃത്ത് മരത്തിൽ നിന്നിറങ്ങി ചോദിച്ചു, കരടി നിന്റെ ചെവിയിൽ എന്താണ് മന്ത്രിച്ചത്? വിസ്പർ എന്നുവെച്ചാൽ രഹസ്യമായി പറയുക അല്ലെങ്കിൽ മന്ത്രിക്കുക. ഹിസ് ഫ്രണ്ട് ആസ്ക്ഡ്, അവന്റെ സുഹൃത്ത് ചോദിച്ചു, വാട്ട് ഡിഡ് ദ ബെയർ വിസ്പർ ഇൻ യുവർ ഇയർ? കരടി നിന്റെ ചെവിയിൽ എന്താണ് മന്ത്രിച്ചത്? ഹി റിപ്ലൈഡ്, ദ ബെയർ ടോൾഡ് മീ ടു അവോയ്ഡ് ഫ്രണ്ട്സ് ഹു ലീവ് യു ഇൻ ഡേഞ്ചർ. അവൻ നൽകിയ മറുപടി വളരെ ചിന്തിക്കേണ്ട ഒന്നാണ്. അപകടത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ കരടി എന്നോട് പറഞ്ഞു. ഹി റിപ്ലൈഡ്, ദ ബെയർ ടോൾഡ് മീ ടു അവോയ്ഡ് ഫ്രണ്ട്സ് ഹു ലീവ് യു ഇൻ ഡേഞ്ചർ. ഇവിടെ അവോയ്ഡ് എന്ന വാക്ക് വളരെ പ്രധാനമാണ്. ഒഴിവാക്കുക എന്നാണ് അർത്ഥം. അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ്, ചീത്ത ശീലങ്ങൾ ഒഴിവാക്കുക. ഹി റിപ്ലൈഡ്, ദ ബെയർ ടോൾഡ് മീ ടു അവോയ്ഡ് ഫ്രണ്ട്സ് ഹു ലീവ് യു ഇൻ ഡേഞ്ചർ. അവൻ മറുപടി പറഞ്ഞു, അപകടത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ കരടി എന്നോട് പറഞ്ഞു. Reading practice. ഇനി നമുക്ക് ഈ കഥയൊന്ന് ഇംഗ്ലീഷിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. Two friends were walking through a forest. They knew that the forest could be dangerous. So, they promised to help each other in any danger. Suddenly, a large bear appeared in front of them. One of the friends immediately climbed a nearby tree, but the other one did not know how to climb. So, he lay down on the ground and held his breath. The bear came near him and sniffed his ears. It thought the man was dead, so it went away. His friend asked, "What did the bear whisper in your ear?" He replied, "The bear told me to avoid friends who leave you in danger." അപ്പോ ഈ കഥയുടെ ഗുണപാഠം എന്താണ്? The moral of the story is, a friend in need is a friend indeed. ഇതിന്റെ അർത്ഥം, ആവശ്യമുള്ളപ്പോൾ കൂടെ നിൽക്കുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. A friend in need is a friend indeed. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആരാണോ കൂടെ നിൽക്കുന്നത് അവരാണ് സത്യത്തിൽ നമ്മുടെ സ്വന്തം. അല്ലാത്തവർ വെറും പേരിനു മാത്രമുള്ള സുഹൃത്തുക്കളാണ്. ഈ കഥയും ഇതിലെ വാക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്ന് പഠിച്ച വാക്കുകൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണേ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഇതുപോലുള്ള ക്ലാസുകൾ ഇനിയും വേണോ? എന്നോട് കമന്റ്സിൽ പറയാൻ മറക്കരുതേ. അപ്പോൾ പുതിയ ഒരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ആൻഡ് ബൈ.